നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കാരമുക്ക് ഗുപ്ത സമാജം ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മുതൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കാവടി അഭിഷേകം, സന്ധ്യയ്ക്ക് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, മഹാകാണിക്ക സമർപ്പണം എന്നിവ നടന്നു. പൂജാ ചടങ്ങുകൾക്ക് മേൽശാന്തി സിജിത് കാർമ്മികത്വം വഹിച്ചു. സമാജം ഭാരവാഹികളായ ടി വി സുഗതൻ, സുധാകരൻ മണ്ടത്ര, സുരേഷ് ബാബു വന്നേരി എന്നിവർ നേതൃത്വം നൽകി. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി കാരമുക്ക് തെക്കുകര കാവടി ഉത്സവം നടന്നു. പീലിക്കാവടി, പൂക്കാവടി, നാഗസ്വരം എന്നിവ മാറ്റുകൂട്ടി. ആഘോഷ കമ്മിറ്റി രക്ഷാധികാരികളായ ശശിധരൻ കൊട്ടേക്കാട്ട്, സത്യൻ കളരിക്കൽ, സനീഷ് തോപ്പിലാൽ, മനോജ് വടക്കുമുറി, നിധിൻ മേലേടത്ത്, പ്രസിഡന്റ് ശിലാബാബു മാമ്പുള്ളി, സെക്രട്ടറി വിഷ്ണു കളരിക്കൽ, ട്രഷറർ മോഹിനി തിരുത്തുവിൽ, വൈസ് പ്രസിഡന്റ് ബിനീഷ് കാക്കനാട്ട്, ജോയിന്റ് സെക്രട്ടറി സനീഷ് വാധിയത്ത് എന്നിവർ നേതൃത്വം നൽകി. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 2023-24 സംരംഭക വർഷം 2.0 ആയി പ്രഖ്യാപിച്ചതോടനുബന്ധിച്ച് തളിക്കുളം പഞ്ചായത്ത് പരിധിയിൽ നവസംരംഭകർക്കായി ലോൺ ലൈസൻസ് സബ്സിഡി മേള 2024 തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. 2023-24 ലോൺ ലൈസൻസ് സബ്സിഡി മേള തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. സജിത ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രസ്തുത പരിപാടിയിൽ വിവിധ ബാങ്ക് പ്രതിനിധികൾ ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാടാനപ്പള്ളി, ഇന്ത്യൻ ബാങ്ക് വാടാനപ്പള്ളി, പഞ്ചാബ് ഇന്റർനാഷണൽ ബാങ്ക് തളിക്കുളം എന്നിവർ പങ്കെടുത്തു. സംരംഭകർക്ക് അനുവദിച്ച വിവിധ MSME വായ്പകൾ, PME-GP വായ്പകൾ എന്നിവ വിതരണം ചെയ്തു. കൂടാതെ സംരംഭകർക്ക് ആവശ്യമുള്ള ലൈസൻസ്, സബ്സിഡി അനുമതി പത്രങ്ങൾ വിതരണം ചെയ്തു. MSME ലോൺ അനുവദിച്ചത് ഫാത്തിമ ഇക്ബാൽ, പഞ്ചാബ് ഇന്റർനാഷണൽ ബാങ്ക് തളിക്കുളം, ആഷിഖ് കുഞ്ഞി മുഹമ്മദ്, ഇന്ത്യൻ ബാങ്ക് വാടാനപ്പള്ളി, CK തിലകൻ, ഫെഡറൽ ബാങ്ക് വാടാനപ്പള്ളി. സബ്സിഡി അനുവദിച്ചത് സൗദാമിനി, പഞ്ചാബ് ഇന്റർനാഷണൽ ബാങ്ക് തളിക്കുളം, സാലിഹ യൂസഫിന് വിതരണം ചെയ്തു. ശലേഖ FSSAI രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കൂടാതെ സോനു, രേഷ്മ, ഷംന, ലേഖ, സന്ധ്യ, ബിന്ദു എന്നിവർക്ക് ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. മേളയോടനുബന്ധിച്ച് സംരംഭകർക്ക് അവരുടെ സംരംഭങ്ങൾക്ക് ആവശ്യമുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസും നടത്തി. അതിനോടൊപ്പം വ്യവസായ വകുപ്പിന്റെ ജനറൽ ഓറിയന്റേഷൻ ട്രെയിനിംഗ് ക്ലാസും നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കല ടീച്ചർ ഭഗീഷ് പൂരാടൻ, വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത്, ഷിജി CK എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്ലോക്ക് വ്യവസായി ഓഫീസർ നവ്യ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വ്യവസായിക ഇൻചേൺ EM ധന്യ ചടങ്ങിൽ പങ്കെടുത്തു. താന്യം മണ്ഡലം പ്രവാസി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് നടത്തി. അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലർ ഓഫ് സയൻസ് ആൻഡ് UI ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആദിത്യൻ CVA ATC ജംഗ്ഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് ലോയിസ് താനിക്കൽ അധ്യക്ഷത വഹിച്ചു. KPCC വിചാർ ജില്ലാ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആന്റോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ആൽട്രിൻ ജോസ്, വിൻസെന്റ് വെള്ളാറ്റുകര, ഉക്രു പുലിക്കോട്ടിൽ, വില്ലി പട്ടത്താനം എന്നിവർ പ്രസംഗിച്ചു. വിൻസെന്റ് കുണ്ടുകുളങ്ങര, തോമസ് AV, പോൾ PV, തോമസ് KV, വിൽസൺ PO എന്നിവർ നേതൃത്വം നൽകി. ചേതംകുളം വാസൻ രാജി ദമ്പതികളുടെ മൂത്ത മകനാണ് ആദിത്യൻ. അന്താരാഷ്ട്ര കായിക സമ്മേളനത്തോടനുബന്ധിച്ച സ്പോർട്സ് ഫോർ എവ്രി വൺ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും ഫുട്ബോൾ സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ ജീവനക്കാരുടെ ടീമിനെ 1-4 ഗോളുകൾക്ക് മെമ്പേഴ്സ് ടീം പരാജയപ്പെടുത്തി.
ആവേശകരമായ മത്സരത്തിൽ 7ാം വാർഡ് അംഗം ദിൽ ദിനേശൻ ഹാട്രിക് നേടി ജീവനക്കാരുടെ ടീമിനു വേണ്ടി സെക്രട്ടറി എൽ തോമസ് ആശ്വാസ ഗോൾ നേടി. വനിതാ ജീവനക്കാരുടെ മത്സരത്തിൽ വനിതാ ജനപ്രതിനിധികളുടെ ടീം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-നെതിരെ 5 ഗോളുകൾക്ക് ജീവനക്കാരെ പരാജയപ്പെടുത്തി. ഇതോടുകൂടി ഗ്രാമീണ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.